ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്കല ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇങ്ങനെ എന്തെങ്കിലും വിശേഷ സമയങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പോൾ ഫെബ്രുവരി 14 നമുക്കറിയാം വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ അതേപോലെ എന്തെങ്കിലും സമയത്ത് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ ഏട്ടന് എന്തെങ്കിലും ഗിഫ്റ്റുകൾ എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ എത്തിക്കാറുണ്ട്, അല്ലെങ്കിൽ കരുതി വയ്ക്കാറുണ്ട്. ചിലപ്പോൾ ഒക്കെ ബാഗിൽ ഒളിച്ചു വയ്ക്കും കേട്ടോ. പക്ഷെ ഞാൻ പറയും, എന്തെങ്കിലും വാങ്ങിച്ചാലൊക്കെ പറയില്ല, എനിക്ക് ഭയങ്കര വേർപ്പോട്ടലാണ്. അതുകൊണ്ട് ഞാൻ പറയും. പക്ഷെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ എപ്പോഴും കരുതി വെക്കാറുണ്ട്. എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇത്ര വിലയുടെ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, ഒരു കുട്ടി ഗിഫ്റ്റ്. അതുപോലെ എന്നെ ഹാപ്പി ആക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. എനിക്ക് എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇത്തവണ കുറച്ച് സംഭവങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ ചിലതൊക്കെ ഞാൻ ഏട്ടന് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ നല്ലത് എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതിലെല്ലാം അടിപൊളിയാണ്. അതുകൊണ്ട് നമുക്ക് വേഗത്തിൽ എന്നാൽ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇത്ര വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അത് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ ഇഷ്ടപ്പെട്ട സംഭവം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കാണാം. എൻ്റെ ഫേവറേറ്റ് കളറ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ ഞാൻ പറയുന്ന ഒരു കളറാണ് ബ്ലാക്ക്. അതുപോലെ ഏട്ടൻ്റെയും ഫേവറേറ്റ് കളർ ഇന്ന് ഫുള്ള് വെള്ളിയാണ് കേട്ടോ. ഏട്ടൻ്റെയും ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് ബ്ലാക്കാണ്. അപ്പോൾ ഞാൻ ഏട്ടന് ഒരു ബ്ലാക്ക് ഷർട്ട് എടുത്തിട്ടുണ്ട്. ഈ ഷർട്ട് എന്തിനാ എടുക്കുക വെച്ചാൽ മൂപ്പർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഈ ഷർട്ട് എടുക്കുക ഗിഫ്റ്റ് ചെയ്യാൻ പറയുന്നത് മൂപ്പർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. മൂപ്പരെ ഹാപ്പി ആക്കേണ്ട ഗിഫ്റ്റ് വാങ്ങാമെന്ന് വെച്ചാൽ എൻ്റെ കൊക്കിൽ ഒതുങ്ങിയില്ല. അതുകൊണ്ട് യൂസ്ഫുൾ ആവുന്ന സംഭവങ്ങളാണ് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കാറുള്ളത്. ഇപ്പം ഓഫീസിലൊക്കെ പോകുന്നതുകൊണ്ട് നമുക്കറിയാം, ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഓരോ ഡ്രസ്സ് വേണ്ടി വരും. അതുകൊണ്ടാണ് ഓരോ ഡ്രസ്സല്ല കേട്ടോ, ഇവിടുത്തെ ഒരു വെള്ളത്തിൻ്റെയും അതുപോലെ അറിയാലോ വെയിലും ചൂടും എല്ലാം കാരണം ഡ്രസ്സ് പെട്ടെന്ന് ചീത്തയായി പോകുന്നതുകൊണ്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ കുറച്ച് ഡീസൻ്റായിട്ട് പോകണമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡ്രസ്സാണ് എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ എടുത്തത് കണ്ടോ, ബ്ലാക്ക് ഷർട്ടാണ്. ഇത് ഏട്ടന് ഇട്ട് നോക്കി കേട്ടോ. ഇട്ട് നോക്കി പോയി വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ പറ്റിയതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഫുൾ സ്ലീവാണ് എടുത്തിട്ടുള്ളത്. ഈ ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് മനസ്സിലാവുമെന്ന് അറിയില്ല. നല്ല ബ്ലാക്ക് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതാ ഇവിടെ ബട്ടൺസിൻ്റെ ഇവിടെ ഇതുപോലെ ആഷ് കളറിലുള്ളൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോളറിൻ്റെ ഈ ഒരു സൈഡിലും ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. കോട്ടൺ ബ്ലെൻഡാണ് മെറ്റീരിയൽ വന്നിട്ട്. ഞാൻ പ്യുവർ കോട്ടണൊക്കെ എടുത്ത് നോക്കി, പക്ഷേ ലാസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. പക്ഷേ ഈ കോട്ടൺ ബ്ലെൻഡിൻ്റെ മജസ്റ്റിക് മാൻഡിയാണ് ഞാൻ ചൂസ് ചെയ്തത്. ഈ ഒരു ബ്രാൻഡിൻ്റെ വന്നിട്ട് ഞാൻ ഒത്തിരി തവണയായിട്ട് യൂസ് ചെയ്യുകയാണ്. ആദ്യമൊക്കെ അതിൻ്റെ പ്രൈസ് വന്നിട്ട് നമുക്കൊരു 300 റേഞ്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഏകദേശം 400 സംതിങ് ആണ്. ഈ സ്മോൾ മീഡിയം ലാർജ് വരെയൊക്കെ എനിക്ക് തോന്നുന്നു 400 സംതിങ് ആണ്. എക്സലൊക്കെ ആകുമ്പോൾ റേറ്റ് 600 സംതിങ് ആവുന്നുണ്ട് കേട്ടോ. പക്ഷേ 300 എന്ന് പറഞ്ഞിട്ട് നമുക്കത് വളരെ ലോക്കൽ ക്വാളിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട. കാരണം ഞാൻ ഒരു 2000 വരെയൊക്കെ ഉള്ള റേറ്റ് വരുന്ന അടക്കം ഡ്രസ്സസ് വാങ്ങിച്ചു നോക്കി, പക്ഷെ ഒന്നും ലാസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വെച്ചു, എന്തിനാണ് ഇത്രയും നമ്മൾ വില കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് അധികം നിൽക്കുന്നില്ല, പിന്നെ അതിനെക്കൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ എടുത്തത്. പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത പോലുള്ള ഒരു മെറ്റീരിയൽ അല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പിന്നെ ഷർട്ടിൽ എന്താ കൂടുതൽ കാണിക്കാനുള്ളൂ? ഒന്നും കാണിക്കാനില്ല. അപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ ഒന്നാമത്തത് ഇതാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഞാൻ ചേരാം. ഇതേ മജസ്റ്റിക് മാൻ്റെ തന്നെ ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇതന്നെ, പക്ഷെ ചെക്ക്, എനിക്ക് ഒന്നാമത് ചെക്ക് വരുന്ന ടൈപ്പ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഏട്ടൻ അങ്ങനെ ചെക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇട്ടിട്ട് കാണാനും ഇഷ്ടമാണ്, എനിക്കിടാനും ഇഷ്ടമാണ്. സോ ഞാൻ ചെക്കാണ് എടുത്തത് കേട്ടോ. ഇതൊക്കെ ഞാൻ ഒരു തവണ വാഷ് ചെയ്ത് നോക്കി എന്നിട്ട് അയൺ ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ചുളുക്കി കളയുന്നില്ല. പിന്നെ ഞാൻ വീണ്ടും ആദ്യം അയൺ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ കളറൊന്നും ഫെയ്ഡായിട്ടില്ല. അത് അടിപൊളിയാണ് കേട്ടോ. കളർ ഒന്നിൻ്റെയും ഫെയ്ഡാവുന്നില്ല. മാത്രമല്ല നമുക്കത് ഒരിക്കൽ വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, ഉണങ്ങാൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സപ്പോസ് അയൺ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടില്ല. നമുക്ക് ഭയങ്കര ഇങ്ങനെ ചുളുങ്ങി അങ്ങനെ ഇരിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി സെയിം ആണ്. ഇത് ഞാൻ മുൻപും വാങ്ങിയിട്ടുള്ളൊരു കളറാണ്. ഇത് എനിക്ക് ഏട്ടന് ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വീണ്ടും സെയിം കളർ വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. കരിമ്പച്ചയാണ് കേട്ടോ. ഇത് ഞാൻ അയൺ ചെയ്തില്ലേ, ഇത് ഞാൻ വാഷ് ചെയ്തിട്ട് അവിടുന്ന് ഡയറക്റ്റ്ലി എടുത്ത് വരികയാണ് ചെയ്തത്. ഇതാണ് സംഭവം. നമ്മൾ കയ്യിൽ വെച്ചിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം നാൾ ലാസ്റ്റ് ചെയ്യും കേട്ടോ.
പിന്നെയുള്ളത് നല്ലൊരു കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതാണ് എനിക്ക് നല്ല ഇഷ്ടമായി. മീൻസ് ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ ഭംഗി മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. കുറച്ച് പ്രായമുള്ളവരിടുന്ന പോലത്തെ കളറാണെന്ന് തോന്നുന്നുണ്ട്. എനിക്കും എടുത്തപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ ഇട്ടപ്പോൾ ക്ലാസ് ലുക്കായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതായിട്ടും ഇട്ട് പോയില്ല കേട്ടോ. എനിക്ക് കാണിക്കാനായിട്ട് ജസ്റ്റ് ഇട്ട് തരികയാണ് ചെയ്തത്. ഇപ്രാവശ്യം ഞാൻ വലിയ സർപ്രൈസ് കൊടുത്തില്ല, കാരണം എനിക്ക് ഒരുപാട് നേരെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വാലൻറ്റൈൻസ് ഡേയുടെ ഗിഫ്റ്റാണ്, ഇനി ഇപ്പോഴേ ഒന്ന് ഞെട്ടിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു. അങ്ങനെയായിരുന്നു ചെയ്തത് കേട്ടോ. ഇനി അടുത്തത് ഒരു ട്രാക്ക് പാൻ്റാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. ഇത് യൂസ് ചെയ്തിട്ട് കുറച്ചധികമായി കേട്ടോ. ഇതിൻ്റെ വേറെയും കളേഴ്സൊക്കെ നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക്, കരിമ്പച്ചൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കളറും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു കളറായതുകൊണ്ട് ഒന്നുകൂടെ വാങ്ങിച്ചത് മാത്രമേ ഉള്ളൂ. നല്ല മെറ്റീരിയലാണ്, ഒന്നും ആവുന്നില്ല കേട്ടോ. ഒരുപാട് നാൾ യൂസ് ചെയ്ത്, എനിക്കൊന്ന് വൺ ഇയർ അല്ല, ഒരു 2 ഇയറിന് മുകളിൽ നമ്മൾ യൂസ് ചെയ്തു കേട്ടോ. ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. അടിപൊളി സാധനമാണ്. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഡയറക്റ്റ്ലി ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ഗ്യാരണ്ടിയാണ്. ഇതെല്ലാം അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. ഇനി അഥവാ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ റിട്ടേണോ റീപ്ലേസോ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതിനുള്ള ഓപ്ഷനും ആമസോണിൽ അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് എന്താണ് ഗിഫ്റ്റ് കൊടുത്തതെന്നുള്ളത് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ബൈ.